ഇതെന്താണെന്നല്ലേ? വളരെ അത്ഭുതകരമായ ഒരു സാധനമാണ്. ഒരുപക്ഷെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം ഇത് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രൂപം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതെന്ന്. ഇതൊരു കടന്തൽ കൂടാണ്. ഈ കടന്തൽ കൂടയിൽ എത്ര അറകളാണ്? ഈ അറകൾക്ക് എന്തെങ്കിലും ഒരളവ് വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? വളരെ സൂക്ഷ്മതയോടെ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ അറകളും ഈ കടന്തലുകൾ നിർമ്മിക്കുന്നത്. പക്ഷേ നമ്മൾ മനുഷ്യർ ഇതുപോലൊരെണ്ണം നിർമ്മിച്ചാൽ അളവ് മാറും, ഇതിൻ്റെ ലെവല് മാറും. പക്ഷേ അതൊന്നും നമുക്ക് മനുഷ്യർക്ക് സാധ്യമല്ല. ഓരോ ജീവികൾക്കും അവരവരുടെ കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. അതിലൊന്നാണ് കടന്തലിൻ്റെ ഈ കൂട്. ഇത്രയും അറകൾ സൃഷ്ടിച്ചെടുത്ത് ഇതിനകത്ത് വന്ന് കടന്തലും തേനാണ് കുടിക്കുന്നത്. ആ തേൻ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു, മുട്ടയിടുന്നു, പുഴുക്കളാവുന്നു. അത് പിന്നെ കടന്തലുകളായി പറന്നു പോകുന്നു. പക്ഷേ കടന്തൽ കൂടുകളിൽ മാത്രം നമ്മൾ തേനെടുക്കാൻ കയറില്ല. കാര്യം ചെന്ന ഡേഞ്ചറസാണ്. അപ്പോഴേ നല്ല കുത്ത് കിട്ടും. വേണ്ടി വന്നാൽ അത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ അറകൾ കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം. എത്ര സൂക്ഷ്മതയോടെ ഓരോ അറകളും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അളവിൽ ഒരു മില്ലി മീറ്റർ പോലും വ്യത്യാസമില്ലാതെ ഒരേ അളവിൽ ഈ അറകൾ നിർമ്മിച്ചിരിക്കുന്ന കടന്തലുകൾ ദൈവത്തിൻ്റെ ഒരു മഹാസൃഷ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ കടന്തലുകളുടെ ഈ ഒരു കൂട് വളരെ അത്ഭുതം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. ഇതിപ്പോൾ എനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. കടന്തലുകളെല്ലാം ഒഴിഞ്ഞു പോയതിന് ശേഷം കിട്ടിയ ഒരു കൂടാണ്. അപ്പോൾ അത് ഞാനത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇത് കടന്തലിൻ്റെ ഉമ്മനീരിൽ നിന്നുണ്ടാകുന്ന വാക്സ് കൊണ്ടാണ് ഈ കടന്തൽ കൂട് നിർമ്മിക്കുന്നതെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും വളരെ കഴിവുള്ള ഒരു ജീവി തന്നെയാണ് ഈ കടന്തൽ തേനീച്ച അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ. പക്ഷേ നമുക്ക് ഒരു പ്രതിഭാസം, ഒരു വളരെ അത്ഭുതകരമായൊരു പ്രതിഭാസം തന്നെയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണും ഈ കടന്തൽ കൂടിൻ്റെ ഈ ഒരു ഭംഗി, അല്ലേ? ഓക്കെ.